ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ വെറൈറ്റി വേൾഡ് ഡിസൈൻസ്. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ടോപ്പിൽ വീനക്ക് അറ്റാച്ച് ചെയ്യുന്നതും അതുപോലെ ലേസ് ഷോളിലും ടോപ്പിലും സ്ലീവിലൊക്കെ അറ്റാച്ച് ചെയ്യുന്ന ഒരു വീഡിയോയുമായിട്ടാണ് വന്നിരിക്കുന്നത്. കണ്ടല്ല, ഈ ഒരു ലേസ് ഷോളിൻ്റെ എഡ്ജ് ഭാഗത്ത് അറ്റാച്ച് ചെയ്യാനുള്ളത്, അതുപോലെ സ്ലീവിൽ അറ്റാച്ച് ചെയ്യുന്നതും ഈ ഷോളിൽ അറ്റാച്ച് ചെയ്യുന്ന ആ ലേസ് തന്നെയാണ് സ്ലീവിലും അറ്റാച്ച് ചെയ്യുന്നത്. അപ്പോൾ ഷോളിനും സ്ലീവിൻ്റെ എഡ്ജ് ഭാഗത്തും അറ്റാച്ച് ചെയ്യാനുള്ളത് ഒരു ലേസാണ്. അതുപോലെ ഈ ഒരു ലേസ് നമ്മുടെ ടോപ്പിന് താഴെ 2 ലെയറാക്കി വെക്കാനുള്ളത്. അതേ ആ ലേസ് തന്നെ നമ്മളെ സ്ലീവിൻ്റെ എഡ്ജ് ഭാഗത്ത് വെച്ച ലേസിൻ്റെ മുകളിൽ രണ്ടാമത്തെ ലെയറാക്കി വെക്കാനുള്ളതാണ് ഈ ടോപ്പിൻ്റെ താഴെയുള്ള ഈ ഒരു ലേസ്. കണ്ടാൽ ഇതുപോലെയാണ് സ്ലീവിൽ അറ്റാച്ച് ചെയ്യുക. കണ്ടല്ലോ, ആദ്യം നമ്മൾ ഷോളിൽ അറ്റാച്ച് ചെയ്ത ആ ലേസ് കണ്ടല്ലോ ഇതുപോലെ താഴെ വെച്ച് അതിൻ്റെ മുകളിൽ ടോപ്പിൻ്റെ താഴെ വെച്ച് ആ ലേസും വെച്ച് സ്റ്റിച്ച് ചെയ്യാനുള്ളതാണ്. അപ്പോൾ ലേസൊക്കെ നമുക്ക് മാറ്റി വെക്കാം. ഇനി നമുക്ക് മെഷർമെൻ്റ് ഒന്ന് നോക്കാം. അപ്പോൾ നമുക്ക് കിട്ടിയിട്ടുള്ള മെഷർമെൻ്റ് ഒന്ന് നോക്കാം. ലെങ്ത്ത് 33 ആണ്, ഷോൾഡർ 14, സ്ലീവ് 19, ഇറക്കം അതിൻ്റെ റിഗാള് 14, മസിലിൻ്റെ ഭാഗത്ത് 10, എഡ്ജ് ഭാഗത്ത് 10, അതുപോലെ ചെസ്റ്റ് 18, വേസ്റ്റ് 16, ഹിപ്പ് 18, പിന്നെ ബോട്ടം ലെങ്ത്ത് 39, സീറ്റ് 35. അതുപോലെ നമ്മുടെ ഒരു ടോപ്പിൻ്റെ ഹൈലൈറ്റ് എന്ന് പറഞ്ഞത് വീനക്കാണ്. അപ്പോൾ നമുക്ക് ഈ ഒരു മെറ്റീരിയലൊന്ന് പരിചയപ്പെടാം. ഹാൻഡ് വർക്ക് വന്നിട്ടുള്ള ഒരു സിൽക്ക് മോഡൽ മെറ്റീരിയലാണ് കിട്ടിയിട്ടുള്ളത്. ഹാൻഡ് വർക്കാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് സ്റ്റിച്ച് ചെയ്യുന്ന ഭാഗത്തൊക്കെ ഈ ഹാൻഡ് വർക്ക് ഉണ്ടെങ്കിൽ അത് ഒഴിവാക്കിയിട്ട് വേണം സ്റ്റിച്ച് ചെയ്യാൻ. ഇനി അടുത്തത് സ്കേർട്ടിനുള്ള ക്ലോത്താണ്. അതും സിൽക്ക് മോഡൽ പ്ലെയിൻ ആയിട്ടാണ് വന്നിട്ടുള്ളത്, വർക്കൊന്നും ഇല്ലാതെ പ്ലെയിൻ ആയിട്ടുള്ള സിൽക്ക് മെറ്റീരിയൽ. ഇതേ സിൽക്ക് മെറ്റീരിയൽ തന്നെയാണ് നമുക്ക് ഷോളിനും വന്നിട്ടുള്ളത്. കണ്ടല്ല, ഷോളും ഈ ഒരു സ്കേർട്ടിൻ്റെ മെറ്റീരിയലാണ് എടുത്തിട്ടുള്ളത്. അതുപോലെ ലൈനിങ് വന്നിട്ടുള്ളത് ക്രേപ്പ് ലൈനിങ് ആണ് വന്നിട്ടുള്ളത്. അത് 4 മീറ്റർ എടുത്തിട്ടുണ്ട്. ടോപ്പിന് വേണ്ടി 2.5 മീറ്ററും സ്കേർട്ടിന് വേണ്ടി 2.5 മീറ്ററുമാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ കട്ടിങ് ഞാനിവിടെ കാണിക്കുന്നില്ല. എത്രയോ തവണ കട്ടിങ് ഒക്കെ വിട്ടിട്ടുണ്ട്. ടോപ്പ് കട്ടിങ്ങും സ്കേർട്ട് മോഡൽ പലാസോ പാൻറ്റ് കട്ട് ചെയ്തൊക്കെ കുറേ വിട്ടിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ വീഡിയോയിൽ പോയി കാണുക, ചാനലിൽ പോയി കാണുക. അപ്പോൾ നമ്മളിവിടെ വീനക്കാണ് ക്യാൻവാസിൽ കട്ട് ചെയ്തത്. കണ്ടല്ലോ, അതുപോലെയാണ് കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. അത് നമ്മൾ ക്ലോത്തിൽ അയൺ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ക്യാൻവാസ് നമ്മൾ ക്ലോത്തിൽ അയൺ ചെയ്തെടുത്തതിന് ശേഷം അതിൻ്റെ എഡ്ജ് ക്യാൻവാസിലേക്ക് പതിച്ച് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ക്യാൻവാസ് വെച്ച് നെക്ക് എങ്ങനെ അറ്റാച്ച് ചെയ്യുന്നത് നോക്കാം. അപ്പോൾ ഇതുപോലെയുള്ള സിൽക്കിൻ്റെ മെറ്റീരിയൽ കിട്ടിയാൽ അത് നമുക്ക് ഇങ്ങനെ സ്ലിപ്പായി പോകും. അപ്പോൾ അങ്ങനെ സ്ലിപ്പായി പോവാതിരിക്കാനുള്ള ട്രിക്ക് പറഞ്ഞു തരാം. ലൈനിങ് ഇതുപോലെ വെച്ചതിന് ശേഷം അതിൻ്റെ മുകളിൽ മുൻകോത്തിൻ്റെ നല്ല വശം മുകളിലേക്ക് വരുന്ന രീതിക്ക് ഇതുപോലെ മിഡിൽ കണക്കാക്കി വെക്കുക. എന്നിട്ട് നമ്മൾ ക്യാൻവാസിൻ്റെ മിഡിലും നോച്ചിട്ട് അടയാളപ്പെടുത്തിയത് ഇതുപോലെ കറക്റ്റാക്കി വെക്കുക. അപ്പോൾ നമുക്ക് ക്യാൻവാസ് വെക്കുന്നതിന് മുന്നേ ആയിട്ട് നമുക്കൊരു സ്റ്റിച്ച് കൊടുക്കാം. ഷോൾഡറിൻ്റെ മുകളിൽ നീളത്തിലൊരു സ്റ്റിച്ച് കൊടുക്കാം. കണ്ണിൽ ഇതുപോലെ തിരിച്ച് വെച്ച് ഷോൾഡറിൻ്റെ മുകളിൽ വെറുതെ ഒരു സ്റ്റിച്ച് കൊടുക്കുക. അത് ഇളകി പോവാതിരിക്കാനായിട്ട് ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനത്തെയുള്ള ക്ലോത്തൊക്കെ ആണെങ്കിൽ ഇതുപോലെ സ്റ്റിച്ച് കൊടുത്തതിന് ശേഷം ക്യാൻവാസ് വെച്ച് നെക്ക് സ്റ്റിച്ച് ചെയ്താൽ നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടും. കണ്ണിൽ ഇതുപോലെ സ്റ്റിച്ച് കൊടുത്തു. ഇനി നമുക്ക് ഇത് ഇളകിപ്പോവാതെ പെർഫെക്റ്റ് ആയിട്ട് കിട്ടും. ഇതുപോലെ ക്യാൻവാസിൻ്റെ മിഡിലും കറക്റ്റാക്കി ഒരു നോച്ചിട്ട് അടയാളപ്പെടുത്തുക. എന്നിട്ട് നമ്മൾ ബോഡി പാർട്ടിൽ നോച്ചിട്ട് അടയാളപ്പെടുത്തിയ ആ ഒരു ഭാഗത്ത് ഇതുപോലെ വെച്ചതിന് ശേഷം ഇതുപോലെ പിൻ ചെയ്ത് വെച്ചതിന് ശേഷം വി ആകൃതിയിൽ സ്റ്റിച്ച് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മൾ കണ്ടല്ലോ, ഇതുപോലെ ക്യാൻവാസ് വെച്ചിട്ട് ഇതുപോലെ എല്ലാ ഭാഗത്തും പിൻ ചെയ്ത് വെച്ചതിന് ശേഷം നമ്മൾ അടയാളപ്പെടുത്തിയ വീനക്ക് കറക്റ്റായിട്ട് ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കുക. കണ്ണിലെ ഏറ്റവും താഴെ ഒരു വീനക്കിൻ്റെ ആ ഭാഗത്തെത്തുമ്പോൾ സൂചി നിർത്തി ഇതുപോലെ മുകളിലേക്ക് സ്റ്റിച്ച് ചെയ്യുക. ഇനി ഇതുപോലെ സ്റ്റിച്ച് ചെയ്തതിന് ശേഷം പിൻ ചെയ്തതൊക്കെ എടുത്ത് മാറ്റി 1/4 ഇഞ്ച് അകലത്തിൽ ആ സ്റ്റിച്ചിൽ കൊള്ളാതെ കട്ട് ചെയ്ത് ചെറിയ ചെറിയ നോട്ടുകൾ നോച്ചിട്ട് മറിച്ചെടുക്കുക. ഇങ്ങനെ ചുരിദാറൊക്കെ സ്റ്റിച്ച് ചെയ്യുന്ന വീഡിയോ ഇതിന് മുന്നേ ഒക്കെ വിട്ടിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ചാനലിൽ പോയി അതുപോലെ എല്ലാ വീഡിയോസൊക്കെ ഒന്ന് കണ്ട് ഇതുപോലെയൊക്കെ ചെയ്ത് നോക്കുക. കാരണം നമ്മുടെ നെക്ക് ഇവിടെ സ്റ്റിച്ച് ചെയ്തത് ഇതുപോലെ മറിച്ചിട്ട് നമ്മൾ ഈ ഒരു മെയിൻ ക്ലോത്തിൽ പ്രസ്റ്റിച്ച് കൊടുക്കാതെ ഈ ഒരു ക്യാൻവാസിലാണ് പ്രസ്റ്റിച്ച് കൊടുക്കുന്നത്. കണ്ടല്ലോ, ക്യാൻവാസിൽ പ്രസ്റ്റിച്ച് കൊടുക്കുക.
മെയിൻ ക്ലോത്തിൽ സ്റ്റിച്ചിങ് ഇല്ലാതെയാണെങ്കിൽ നല്ല ഭംഗിയുണ്ടാവും. പ്രസ്റ്റിച്ചും കൊടുക്കാതെ ഇതുപോലെ ക്യാൻവാസിൽ പ്രസ്റ്റിച്ച് കൊടുത്ത് ലൈനിങ്ങിൽ അറ്റാച്ച് ചെയ്താൽ നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടും. അപ്പോൾ നമുക്ക് ഈ ഒരു സ്റ്റിച്ചിങ് ഒക്കെ കഴിഞ്ഞതിന് ശേഷമാണ് ഈ നെക്കിൽ ലേസ് വെക്കാനുള്ള കാര്യം ഓർമ്മ വന്നത്. അപ്പോൾ നമുക്ക് സ്റ്റിച്ച് ചെയ്തതിന് ശേഷമാണ് ലേസ് വെക്കണമെന്ന് ആലോചിച്ചത്. അപ്പോൾ അത് ലാസ്റ്റാണ് അറ്റാച്ച് ചെയ്ത് കേട്ടോ. അപ്പോൾ സാധാരണ ഒരു ഇതുപോലെയുള്ള നെക്കാണെങ്കിലും ഏത് നെക്കാണെങ്കിലും ഇതുപോലെ മെയിൻ ക്ലോത്തിൽ പ്രസ്റ്റിച്ച് കൊടുക്കാതെ സ്റ്റിച്ച് ചെയ്താൽ നല്ല പെർഫെക്റ്റ് ആയിട്ട് നിൽക്കും കേട്ടോ. അതുപോലെയൊക്കെ എല്ലാവരും ചെയ്ത് നോക്കുക. അതിനുശേഷം ഇതുപോലെ ആ ഒരു മേലെ നമ്മൾ ഇളകി പോകാതിരിക്കാൻ സ്റ്റിച്ച് കൊടുത്തല്ലോ, ആ ഒരു സ്റ്റിച്ച് അഴിച്ചെടുത്ത് നമ്മൾ ക്യാൻവാസ് ഈ ലൈനിങ്ങിലേക്ക് പതിച്ച് സ്റ്റിച്ച് ചെയ്യുക. കണ്ണിൽ ഇതുപോലെ ലൈനിങ്ങിലേക്ക് ക്യാൻവാസിൻ്റെ ആ ഒരു എഡ്ജ് പതിച്ച് സ്റ്റിച്ച് ചെയ്യുക. കണ്ണിൽ ഇതുപോലെ ആ ഒരു മെയിൻ ക്ലോത്ത് ഇതുപോലെ മുകളിലേക്ക് വെച്ച് ലൈനിങ്ങിൽ കറക്റ്റാക്കി ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കുക. അപ്പോൾ വീഡിയോയിൽ കാണുന്നത് പോലെ ചെയ്യുക. പറയുന്നത് മനസ്സിലായിട്ടില്ലെങ്കിലും വീഡിയോയിൽ വളരെ വ്യക്തമായി കാണിക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് കാണുക. അപ്പോൾ കണ്ടല്ലോ, ഇതുപോലെ ലൈനിങ്ങിലേക്ക് പതിച്ച് സ്റ്റിച്ച് ചെയ്തു. കണ്ടല്ലോ, മുകൾ ഭാഗത്ത് നമ്മൾ സ്റ്റിച്ചും കൊടുക്കാതെയാണ് ചെയ്തത്. ഇനി നമുക്ക് ഷോൾഡർ ഇതുപോലെ ലൈനിങ്ങിൽ അറ്റാച്ച് ചെയ്യുക. ഷോൾഡർ മുതൽ ആം ഹോള് സൈഡൊക്കെ ലൈനിങ്ങിലേക്ക് അറ്റാച്ച് ചെയ്യുക. അപ്പോൾ നമുക്ക് സ്റ്റിച്ചിങ് ഉള്ള ഭാഗത്തുള്ള ഹാൻഡ് വർക്കൊക്കെ ഇതുപോലെ ഒഴിവാക്കിയിട്ട് വേണം ചെയ്യാൻ, അല്ലെങ്കിൽ നമ്മൾ സൂചി പൊട്ടാൻ സാധ്യതയുണ്ട് കേട്ടോ. അതുമല്ല ആ ഒരു ഫോട്ടോ ടൈമിൽ കൂടെ കയറി പോവില്ല. ഈ ഹാൻഡ് വർക്കൊക്കെ നമുക്ക് ഈ മുത്ത് ആണ് കേട്ടതൊക്കെ, ആ ഒരു മുത്തൊക്കെ ഇതുപോലെ ആ ഒരു സ്റ്റിച്ച് പൊട്ടിച്ച് വേണം ഒഴിവാക്കാൻ. നമ്മൾ ക്ലോത്ത് കീറാതെ ശ്രദ്ധിച്ച് വേണം ചെയ്യാൻ. അപ്പോൾ എൻ്റെ വീഡിയോ കാണുന്ന എല്ലാ കൂട്ടുകാരോടും എനിക്ക് പറയാനുള്ളത്, വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അതുപോലെ ബെല്ലൈക്കണൊക്കെ ഒന്ന് പ്രസ് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ ഒന്ന് സെലക്ട് ചെയ്തായിട്ടോ. എന്നാലാണ് ഞാനിടുന്ന ഓരോ വീഡിയോസും നിങ്ങളുടെ മൊബൈലിലേക്ക് നോട്ടിഫിക്കേഷനായി എത്തുള്ളൂ. അപ്പോൾ ഈ വീഡിയോ എല്ലാവരും ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യുക, സ്കിപ്പ് ചെയ്യാതെ കാണണേ. എന്നിട്ട് ഇതുപോലെയൊക്കെ ചെയ്ത് സ്വന്തമായിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്തിട്ട് നോക്കി, നല്ല അടിപൊളിയായിരിക്കും. അപ്പോൾ കണ്ടല്ലോ, ഇതുപോലെയുള്ള ഹാൻഡ് വർക്കൊക്കെ ആണെങ്കിൽ നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്ന ആ ഭാഗത്തൊക്കെ ഹാൻഡ് വർക്ക് ഉണ്ടെങ്കിൽ അത് ഒഴിവാക്കിയിട്ട് വേണം സ്റ്റിച്ച് ചെയ്യാൻ, അല്ലെങ്കിൽ സൂചി പൊട്ടി സൂചി മാറ്റാനേ സമയം ഉണ്ടാവുള്ളൂ. അപ്പോൾ ഒക്കെ ഒഴിവാക്കിയിട്ട് വേണം സ്റ്റിച്ച് ചെയ്യാൻ. അപ്പോൾ നമ്മുടെ ഫ്രണ്ട് പാർട്ട് നെക്ക് സ്റ്റിച്ച് ചെയ്തു, അതുപോലെ സൈഡൊക്കെ ലൈനിങ്ങിൽ അറ്റാച്ച് ചെയ്തു. ഈ ബാക്ക് പാർട്ട് എടുത്ത് ലൈനിങ് എടുത്ത് കറക്റ്റാക്കി വെച്ചതിന് ശേഷം നമ്മുടെ നെക്ക് അടയാളപ്പെടുത്തുക. അപ്പം നമ്മൾ 3.5 ഇഞ്ചാണ് നമ്മൾ ഫ്രണ്ട് നെക്കിന് വിടുത്ത് അടയാളപ്പെടുത്തുക. അതുപോലെ തന്നെ 3.5 ഇഞ്ച് വിടുത്ത് ബാക്ക് നെക്കിൽ അടയാളപ്പെടുത്തുക. ഇറക്കം പിന്നെ 3 ഇഞ്ച് നമുക്ക് എത്ര വേണ്ടത് അതുപോലെ അടയാളപ്പെടുത്തിയതിന് ശേഷം അതുപോലെ പെട്ടിക്കോളമാക്കി വരച്ച് കർവ് വരക്കുക. എന്നിട്ട് അടുത്ത ഭാഗത്തേക്കും ആ ഒരു പ്രസ് വരാൻ വേണ്ടി മടക്കി പ്രസ് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മൾ ഇതുപോലെ കർവ് കൊടുത്തതിന് ശേഷം ഈ ഒരു ക്ലോത്ത് മറിച്ച് പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഈ ഭാഗത്ത് വെച്ച അതേ അളവ് അതേ അപ്പുറത്തും പതിയുന്നതാണ്. കടല ഇതുപോലെ പ്രസ് ചെയ്ത് മറിച്ച് നോക്കുക. കാരണം അപ്പുറത്തും അതേപോലെ തന്നെ അടയാളം വന്നു. ഇനി കട്ടിയിൽ വരച്ച് അടയാളപ്പെടുത്തുക. അപ്പോൾ ഇതുപോലെ ബാക്ക് നെക്ക് വരച്ച് പ്രസ് ചെയ്ത് അടയാളപ്പെടുത്തി. ഇനി മെയിൻ ക്ലോത്ത് എടുത്ത് നല്ല ഭാഗത്തിൻ്റെ മുകളിൽ ഈ ലൈനിങ് വെച്ച് നമ്മൾ വരച്ച ലൈനിലൂടെ സ്റ്റിച്ച് ചെയ്തെടുക്കുക. അപ്പോൾ ഈ മെയിൻ ക്ലോത്തിലുള്ള നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്ന ഭാഗത്തുള്ള ഹാൻഡ് വർക്കൊക്കെ മാറ്റിയതിന് ശേഷമാണ് കേട്ടത് സ്റ്റിച്ച് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ബാക്ക് നെക്ക് ഇവിടെ സ്റ്റിച്ച് ചെയ്തു. ഇനി സ്റ്റിച്ചിൽ കൊള്ളാതെ കട്ട് ചെയ്ത് ഷോൾഡർ അറ്റാച്ച് ചെയ്യാനുണ്ട്. ഇനി 2 ഷോൾഡറും അറ്റാച്ച് ചെയ്യാനുണ്ട്. അതിന് വേണ്ടി ബാക്ക് പാർട്ട് ഇതുപോലെ വെച്ച് ലൈനിങ് ഉയർത്തി ഫ്രണ്ട് പാർട്ടിൻ്റെ നല്ല വശം ഈ ഒരു നെക്കിൻ്റെ സ്റ്റിച്ച് ചെയ്ത അരികിലേക്ക് ഇതുപോലെ കറക്റ്റാക്കി വെച്ചതിന് ശേഷം ഷോൾഡർ 2 ഭാഗത്തും ഇതുപോലെ അറ്റാച്ച് ചെയ്യുക. അപ്പോൾ മെയിൻ ക്ലോത്തും ലൈനിങ്ങും അടക്കം 4 പീസ് ഉണ്ടാവും. അത് 4 കറക്റ്റാക്കി പിടിച്ച് 1/2 ഇഞ്ച് വിടത്തിൽ ഇതുപോലെ ഷോൾഡർ അറ്റാച്ച് ചെയ്യുക. കണ്ടല്ലോ, ഇതുപോലെ തന്നെ തിരിച്ചും 2 സ്റ്റിച്ച് കൊടുക്കുക. കണ്ടല്ലോ, ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കുക.
ഇനി അടുത്ത ഷോൾഡറും ഇതുപോലെ തന്നെ അറ്റാച്ച് ചെയ്യുക. കണ്ണിൽ ഇതുപോലെ ആ ഒരു നെക്കിൻ്റെ ആ ഒരു മൂല ഇതുപോലെ ഷോൾഡർ അറ്റാച്ച് ചെയ്ത ആ ഒരു മൂലുണ്ടല്ലോ അത് കട്ട് ചെയ്തതിന് ശേഷം ഇതുപോലെ ലൈനിങ് വലിച്ച് എടുക്കുക. കണ്ടല്ലോ, അപ്പോൾ നമുക്ക് നല്ല കവറിങ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് ഷോൾഡർ. കണ്ടല്ലോ, നല്ല പെർഫെക്റ്റ് ആയിട്ട് നമ്മുടെ വീനെക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇത് സ്റ്റിച്ച് ചെയ്തതിന് ശേഷമാണ് നമുക്ക് ഈ വീനെക്കിൽ ലേസ് വെക്കാനുള്ള ഓർമ്മ വന്നു കേട്ടോ. അപ്പോൾ നമ്മൾ ഇതിൻ്റെ മുകളിൽ തന്നെ വെച്ച് കൊടുത്തേക്കാണ്. ഇനി നമുക്ക് ബാക്ക് നെക്ക് ഒന്ന് പ്രസ്റ്റിച്ച് കൊടുക്കുക. അപ്പോൾ ഷോൾഡറിൻ്റെ അവിടെ നിന്നും സ്റ്റിച്ച് ചെയ്ത് തുടങ്ങി നെക്കിലൂടെ സ്റ്റിച്ച് ചെയ്ത് അടുത്ത ഷോൾഡർ വരെ പ്രസ്റ്റിച്ച് കൊടുക്കുക. അപ്പോൾ വീഡിയോ കാണുന്നവർ ഈ വീഡിയോക്ക് ലൈക്ക് ഇടണേ, അത് മറക്കരുത് കേട്ടോ. അപ്പോൾ നമ്മളെ വീഡിയോ ഒക്കെ കാണുമ്പോൾ അതിന് ലൈക്ക് ഇട്ട് വെച്ചിട്ട് എന്തും സംഭവിക്കില്ല കേട്ടോ. അപ്പോൾ ലൈക്കൊക്കെ എല്ലാവരും ഒന്ന് ഇടി, അതിന് ആരും മടി കാണിക്കില്ലേ. അപ്പോൾ എൻ്റെ വ്യൂവേഴ്സിൻ്റെ സപ്പോർട്ടാണ് നമ്മളെ വിജയം. അപ്പോൾ എല്ലാവരും ഒന്ന് ലൈക്ക്, കമൻറ്റ്, അതുപോലെ മറ്റുള്ളവരിലേക്കൊക്കെ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യണേ. വീണ്ടും വീണ്ടും പറയുന്നത് കൊണ്ട് ആർക്കെങ്കിലും ചടപ്പുണ്ടോ? അതങ്ങനെ പറയണതെന്ന് വെച്ചാൽ നമ്മളിങ്ങനെ ഇതുപോലെയൊക്കെ വീഡിയോ ഇടുന്നത് എല്ലാവരുടെയും സപ്പോർട്ട് പ്രതീക്ഷിച്ചിട്ടില്ലേ. അപ്പോൾ അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പറഞ്ഞു പോവുകയാണ്. അപ്പോൾ ഞാനിങ്ങനെ എനിക്ക് വീട്ടിൽ സ്റ്റിച്ച് ചെയ്യാൻ കിട്ടുന്ന ഓരോ കസ്റ്റമറുടേതാണ് ഇങ്ങനെ വീഡിയോ ഇങ്ങനെ വിടുന്നത്. അപ്പോൾ ഞാനിങ്ങനെ വീഡിയോ എടുക്കുന്നത് വേറെല്ലോലും ഇതുപോലെയൊക്കെ ചെയ്ത് പഠിക്കട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. അല്ലാതെ ഇപ്പോൾ നമുക്ക് ഒരു കസ്റ്റമർ കൊണ്ടുവന്നാൽ നമുക്ക് കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയൊക്കെ ചെയ്യാം. പക്ഷേ ഇങ്ങനെ വീഡിയോ എടുത്ത് വിട്ടാൽ നമുക്ക് പിന്നീട് ഒരു വരുമാനം കൂടി കിട്ടും എന്നുള്ള പ്രതീക്ഷയിലാണ് ഇതുപോലെയൊക്കെ വീഡിയോ എടുത്തിങ്ങനെ വിടുന്നത്. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നമുക്കൊരു വരുമാനം കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മളെ വ്യൂവേഴ്സൊക്കെ സ്കിപ്പ് ചെയ്യാതെ കാണണം, എന്നാലാണ് വാച്ച് അവറും ഇതൊക്കെ കിട്ടുള്ളൂ. ലൈക്കും കമൻറ്റൊക്കെ ഇടുമ്പോഴാണ് വീഡിയോക്ക് ഒരു റീച്ച് ഉണ്ടാവുള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത് കേട്ടോ, ഒന്നും വിചാരിക്കരുത്. അപ്പോൾ എൻ്റെ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്പെടുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മളെ ചുരിദാർ ടോപ്പ് നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ നെക്ക്, ഷോൾഡർ, അതുപോലെ ലൈനിങ്ങുമായി അറ്റാച്ചൊക്കെ ചെയ്ത് അടിപൊളി വന്നിട്ടുണ്ട്. ഇനി സ്ലീവ് ലൈനിങ്ങുമായി അറ്റാച്ച് ചെയ്തതിന് ശേഷം ഈ ഒരു ബോഡി പാർട്ടിൽ അറ്റാച്ച് ചെയ്യാനുണ്ട്. അപ്പോൾ നമ്മുടെ നെക്കൊക്കെ അടിപൊളി വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി ഈ നെക്കിൻ്റെ മുകളിൽ നമുക്കൊരു ലേസ് വെക്കാണ്ട്, അത് ഓർമ്മയില്ലാതെ ഷോൾഡറൊക്കെ അറ്റാച്ച് ചെയ്തതാട്ടോ. എന്നാലും നമുക്ക് ലേസിൻ്റെ എഡ്ജൊന്നും മടക്കി ഈ ഒരു നെക്കിൽ ഇതുപോലെ തന്നെ വെച്ചുകൊടുത്താൽ മതി. ആ വെക്കുന്ന വീഡിയോ ഒന്ന് എല്ലാവരും ശ്രദ്ധിച്ച് കാണണേ. ആദ്യം നമ്മൾ അതിൻ്റെ ആ ഒരു ലേസിൻ്റെ തലക്കിൽ ഇതുപോലെ മടക്കി നെക്കിലൂടെ വെച്ച് കൊടുക്കുക. അതുപോലെ അടുത്ത ഭാഗത്തും ഒരു മടക്കിയതിന് ശേഷം ഇതുപോലെ വെച്ച് കറക്റ്റാക്കി വെച്ച് നോക്കുക. അപ്പോൾ പിൻ ചെയ്ത് വെക്കുകയാണെങ്കിൽ അങ്ങനെ ചെയ്യട്ടോ. ഞാനങ്ങനെ പിൻ ചെയ്തിട്ട് വെച്ചിട്ടൊന്നുമില്ല. ഇതുപോലെ വെച്ചതിന് ശേഷം ഈ ഒരു മിഡിലുണ്ടല്ലോ അവിടെ നമ്മൾ ഈ ഒരു മറിച്ച് വെച്ചതിന് ശേഷം ഒന്ന് ക്രോസിൽ ഇതുപോലെ വെച്ചതിന് ശേഷം ആ ക്രോസിലൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക ആദ്യം. അങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തതിന് ശേഷം നെക്കിൽ ഈസി ആയിട്ട് അറ്റാച്ച് ചെയ്യാം. കണ്ടല്ലോ, ഇതുപോലെ പിടിച്ച് ആ ഒരു ഭാഗത്ത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. കണ്ടല്ലോ, ഈ ഒരു മിഡിൽ ഇതുപോലെ സ്റ്റിച്ച് ചെയ്തു. അപ്പോൾ ഇങ്ങനെയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. വി ആകൃതിയിൽ കിട്ടിയിട്ടുണ്ട്. കണ്ടല്ലോ, ഇനി നമുക്ക് സിമ്പിളായിട്ട് ഈ ഒരു നെക്ക് ഇതുപോലെ അറ്റാച്ച് ചെയ്യുക. ഇനി നമുക്ക് ഈ ഒരു എഡ്ജിലൂടെ ആദ്യം സ്റ്റിച്ച് ചെയ്ത് പോവുക.
ഇനി ഇതുപോലെ മുകളിൽ ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് ഓപ്പോസിറ്റ് സൈഡിലൂടെ എഡ്ജ് ഭാഗത്തൂടെ സ്റ്റിച്ച് ചെയ്ത് പോവുക. കണല്ലോ ഇതുപോലെ കറക്റ്റായിട്ട് വെച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. കണൽ ലേസ് വെച്ചപ്പോൾ അടിപൊളിയായി വന്നിട്ടുണ്ട്. നല്ല പെർഫെക്റ്റായിട്ട് കിട്ടി. ഇനി നമുക്ക് സ്ലീവ് അറ്റാച്ച് ചെയ്യാം. അപ്പോൾ സ്ലീവ് ഞാനിവിടെ ലൈനിങ്ങുമായി അറ്റാച്ച് ചെയ്തു, ലേസൊക്കെ വെച്ച് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ. കണ്ടല്ലോ, നമ്മൾ ആ ഒരു ഷാളിൻ്റെ ലേസാണ് താഴെ വെച്ചത്. അതിൻ്റെ മുകളിൽ വെച്ചിട്ടുള്ളത് ടോപ്പിൻ്റെ താഴെയുള്ള ആ ഒരു ലേസാണ് വെക്കാൻ പറഞ്ഞത്. നമ്മളോട് കസ്റ്റമർ പറഞ്ഞ പോലെ തന്നെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ലേസൊക്കെ സ്ലീവിന് വേണ്ടി കട്ട് ചെയ്തിട്ടാണ് കസ്റ്റമർ കൊണ്ടുവന്നത്. അതുകൊണ്ടാണ് അത്രയും എത്തിയിട്ടുള്ളത് ലേസ് വെച്ചിട്ട്. എന്നാലും കുഴപ്പമില്ല, നമ്മളെ അളവിനനുസരിച്ച് ലേസ് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ടോപ്പിൻ്റെ താഴെയുള്ള ഭാഗത്ത് എഡ്ജിൽ ലേസ് അറ്റാച്ച് ചെയ്യാനുണ്ട്. അപ്പോൾ അതിന് വേണ്ടി ഇതുപോലെ മടക്കി സ്റ്റിച്ച് ചെയ്തു. എന്നിട്ട് നമ്മൾ ഹാൻഡ് വർക്കൊക്കെ പൊക്കിയതിന് ശേഷം ഇതുപോലെ 2 ലെയർ ആക്കിയിട്ട് ഈ ഒരു ലേസ് അറ്റാച്ച് ചെയ്യുക. അപ്പോൾ ഈ ലേസ് അറ്റാച്ച് ചെയ്യുന്നത് ഫ്രണ്ട് പാർട്ടിലാണ് കേട്ടോ. അപ്പോൾ 2 ലെയർ ആക്കിയിട്ട് ഇതുപോലെയാണ് ലേസ് അറ്റാച്ച് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് ആ ലേസ് വെക്കുന്ന ഭാഗത്തുള്ള ഹാൻഡ് വർക്കൊക്കെ ഒന്ന് കളഞ്ഞതിന് ശേഷം ലേസ് അറ്റാച്ച് ചെയ്യാം. അപ്പോൾ കണ്ടല്ലേ, ഹാൻഡ് വർക്കൊക്കെ നമ്മൾ ഒഴിവാക്കി. ഇനി ലേസ് അറ്റാച്ച് ചെയ്യുക. അപ്പോൾ കണ്ടല്ലോ, ലേസ് ഇതുപോലെ വെച്ച് അതിൻ്റെ എഡ്ജ് സ്റ്റിച്ച് ചെയ്ത് ഈ തലക്കിലെത്തുമ്പോൾ വീണ്ടും അടുത്ത എഡ്ജ് കൂടി സ്റ്റിച്ച് ചെയ്യുക. ഇനി ഈ ലേസ് രണ്ടാമതായിട്ട് ഇതുപോലെ തന്നെ 2 ഭാഗത്ത് സ്റ്റിച്ച് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മൾ ലേസ് അറ്റാച്ചിങ് കഴിഞ്ഞു. ഇനി സ്ലിറ്റ് സ്റ്റിച്ച് ചെയ്യാനുണ്ട്. അപ്പോൾ നമ്മൾ ഈ ഒരു സ്ലീവ് അറ്റാച്ച് ചെയ്യുന്നതും സൈഡ് അറ്റാച്ച് ചെയ്യുന്നത് നമ്മൾ കാണിച്ചിട്ടില്ല. അതൊക്കെ ഇതിൽ ഉൾപ്പെടുത്തുകയാണെങ്കിൽ വീഡിയോ കുറേ ലെങ്ത്ത് കൂടും. അപ്പോൾ എത്ര തവണ വിട്ടതുകൊണ്ടാണ് അതൊന്നും ഇതിൽ ആഡ് ചെയ്യാത്തത്. ഇത് ഓപ്പൺ കൂടി സ്റ്റിച്ച് ചെയ്തതിന് ശേഷം നമുക്ക് കാണാം. അപ്പോൾ സൈഡ് ഓപ്പൺ സ്റ്റിച്ച് ചെയ്യുന്നതിന് മുന്നേ നമുക്ക് ഈ ഒരു ലൈനിങ്ങും മെയിൻ ക്ലോത്തും അറ്റാച്ച് ചെയ്തതിന് ശേഷമാണ് സ്റ്റിച്ച് ചെയ്യേണ്ടത്. അപ്പോൾ സ്ലിറ്റ് സ്റ്റിച്ച് ചെയ്യുന്നതൊന്നും വീഡിയോയിൽ ഞാൻ വിടുന്നില്ല. അതൊക്കെ എത്ര തവണ വിട്ടതാണ്. അപ്പോൾ ഞാൻ ഈ സ്റ്റിച്ചിങ് വീഡിയോ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഷോളിൽ ഇതുപോലെ ലേസ് അറ്റാച്ച് ചെയ്തതിന് ശേഷം നമുക്ക് ഫുള്ളായിട്ടൊന്ന് കാണാം. അപ്പോൾ നമ്മുടെ സ്റ്റിച്ചിങ് വീഡിയോ എല്ലാവരും കണ്ടല്ലോ. അപ്പോൾ എന്തെങ്കിലും ഡൗട്ടുകളും എന്തെങ്കിലും കുറവുകളൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റിൽ അറിയിക്കണേ. അപ്പോൾ ബിഗിനേഴ്സിനൊക്കെ വീഡിയോ ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ചുരിദാർ സെറ്റ് സ്റ്റിച്ച് ചെയ്തത് നമുക്ക് കണ്ടാലോ. അപ്പോൾ നമ്മുടെ ചുരിദാറിൻ്റെ പാൻറ്റും ഷോളും ടോപ്പൊക്കെ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞു. കണ്ടല്ലോ, നല്ല പെർഫെക്റ്റായിട്ട് കിട്ടി. അപ്പോൾ എല്ലാവരും ഇതുപോലെയൊക്കെ ഒരു ക്ലോത്തൊക്കെ എടുത്ത് ഇതുപോലെ ചെയ്ത് നോക്കണേ. അപ്പോൾ നമുക്ക് റെഡിമെയ്ഡിനെക്കാട്ടിലും നല്ല പെർഫെക്റ്റായിട്ട് കിട്ടും. ഇങ്ങനെ നമ്മൾ സ്റ്റിച്ച് ചെയ്താലാണ് നമുക്ക് നമ്മളെ ഷേപ്പിൽ തന്നെ സ്റ്റിച്ച് ചെയ്ത് കിട്ടുമല്ലോ. ഷോൾഡറും നമ്മളെ ചെസ്റ്റ് എല്ലാ ഭാഗവും നമ്മളെ കറക്റ്റ് അളവിൽ ഇതുപോലെ സ്റ്റിച്ച് ചെയ്താലേ കിട്ടുള്ളൂ. അപ്പോൾ റെഡിമെയ്ഡ് എടുക്കുകയാണെങ്കിൽ നമുക്ക് നമ്മളെ അളവിലൊന്നും കിട്ടില്ലല്ലോ. അത് പിന്നെയും നന്നാക്കേണ്ടി വരും. ഞാൻ സ്റ്റിച്ച് ചെയ്ത് പഠിച്ച അന്ന് മുതൽ ഇതുവരെ റെഡിമെയ്ഡ് എടുത്തിട്ടില്ല. ഇങ്ങനെ ബിറ്റൊക്കെ എടുത്തിട്ട് നമ്മളെ അളവിൽ തന്നെ സ്റ്റിച്ച് ചെയ്യലാണ്. കാരണം റെഡിമെയ്ഡ് എടുത്താൽ എനിക്ക് ഇഷ്ടപ്പെടില്ല. അതിൻ്റെ സ്റ്റിച്ചിങ് ഒന്നും നമുക്കൊരു പെർഫെക്റ്റായിട്ട് തോന്നൂല. കാരണം നമ്മൾ സ്റ്റിച്ച് ചെയ്ത ആളല്ലേ, അതുകൊണ്ട് നമുക്ക് റെഡിമെയ്ഡ് ആ സ്റ്റിച്ചിങ് ഒന്നും ഒരു കറക്റ്റായി തോന്നൂല. അപ്പോൾ ഞാൻ എല്ലാ ചുരിദാറും ഇതുപോലെ ക്ലോത്ത് എടുത്തിട്ടാണ് സ്റ്റിച്ച് ചെയ്യൽ. ഞാൻ റെഡിമെയ്ഡിനെ കുറ്റം പറയില്ല കേട്ടോ. കാരണം എൻ്റെ അടുത്ത് എത്രയോ കേസ് അങ്ങ് വരുന്നതാണ്. കെൽറ്റായ ആൾക്കാരൊക്കെ നല്ല ഡബിൾ എക്സലൊക്കെ എടുത്ത് വന്നാൽ നമ്മളൊരു ചുരിദാർ കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്യുന്ന പോലെ തന്നെ വലുത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. പിന്നെ അപ്പോൾ നമുക്ക് ഈ ക്ലോത്ത് കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്യുന്നതിനെക്കാട്ടിലും പ്രയാസമാണ് ചുരിദാർ കിട്ടിയാൽ. അതിൻ്റെ ഷോൾഡർ എല്ലാം സ്റ്റിച്ച് അയച്ചിട്ട് വേണ്ട നമുക്ക് സ്റ്റിച്ച് ചെയ്യണമെങ്കിൽ. അപ്പോൾ നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ? എന്തായാലും കമൻറ്റിൽ അറിയിക്കണേ. അപ്പോൾ നല്ല പെർഫെക്റ്റായിട്ട് തന്നെ നമുക്ക് ഈ ഒരു ചുരിദാർ കിട്ടിയിട്ടുണ്ട്. സ്കേർട്ട് മോഡൽ പലാസോ പാൻ്റാണ് ഇതിന് വേണ്ടി ഞാൻ സ്റ്റിച്ച് ചെയ്തത്. അപ്പം ഇൻഷാ അല്ലാഹ് ഇനിയും നല്ല നല്ല വീഡിയോയുമായി വരുന്നത് വരെ എൻ്റെ വ്യൂവേഴ്സിനെല്ലാവർക്കും താങ്ക് യു ഫോർ വാച്ചിങ് വീഡിയോ.